ഒരു ചതിയിൽ അവസാനിച്ച ഈസ്റ്റ് വെസ്റ്റ് എയർലൈനിന്റെ MD ആ ചതിക്ക് പിന്നീട് കാലം ഒരു മറുപടി നൽകുകയും ചെയ്തു. ഹൈസ്കൂൾ വിദ്യാഭ്യാസം മാത്രമുണ്ടായിരുന്ന തഖിയുദ്ദീൻ വാഹിദ് ഇന്ത്യയിൽ ഷെഡ്യൂൾ ചെയ്ത ആദ്യത്തെ സ്വകാര്യ വിമാന കമ്പനി ആരംഭിച്ചത് ഒരു സിനിമാ കഥ പോലെ ട്വിസ്റ്റുകൾ നിറഞ്ഞതായിരുന്നു. 1952 ഡിസംബർ 28-നാണ് തിരുവനന്തപുരം അബ്ദുൾ വാഹിദ് മുസ്ലിയാരുടെയും സൽമ ബീബിയുടെയും മകനായി തഖിയുദ്ദീൻ വാഹിദ് ജനിക്കുന്നത്. ഉണക്കമീനുകൾ വിദേശത്തേക്ക് കയറ്റി അയക്കുന്ന ബിസിനസ് ആയിരുന്നു അബ്ദുൾ വാഹിദ് മുസ്ലിയാർ നടത്തിയിരുന്നത്. 9ാം ക്ലാസ് വരെ മാത്രം പഠിച്ച തഖിയുദ്ദീൻ പിന്നീട് സഹോദരനൊപ്പം പിതാവിന്റെ ബിസിനസ്സിൽ ചേർന്നു. അങ്ങനെ ഇരിക്കെയാണ് ബോംബെ വിമാനത്താവളത്തിൽ വെച്ച് തഖിയുദ്ദീന്റെ സഹോദരൻ നസീറുദ്ദീന് ഒരു പേഴ്സ് കളഞ്ഞു കിട്ടുന്നത്. ഒടുവിൽ ആ പേഴ്സ് അതിന്റെ ഉടമസ്ഥനായ അറബ് വംശജന് നസറുദ്ദീൻ തേടി പിടിച്ച് കൊണ്ടു നൽകി. ബഹ്റൈനിലെ അൽ അലി വാണിജ്യ ഗ്രൂപ്പിന്റെ ഉടമകളിൽ ഒരാളായ അഹമ്മദ് മൻസൂർ അൽ അലി ആയിരുന്നു അത്. അതിന്റെ സന്തോഷത്തിൽ അയാൾ നസറുദ്ദീന് തന്റെ വിസിറ്റിംഗ് കാർഡ് നൽകി. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണമെന്ന് പറഞ്ഞു. നസീറുദ്ദീന് ബഹ്റൈനിലെ വലിയ ജോലി അഹമ്മദ് മൻസൂർ അൽ അലി വാഗ്ദാനം ചെയ്തു. എന്നാൽ ജോലിക്ക് പകരം കമ്പനിയിലേക്ക് തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യാനുള്ള കരാറായിരുന്നു നസറുദ്ദീൻ ചോദിച്ചത്. അഹമ്മദ് മൻസൂർ സന്തോഷത്തോടെ അത് സമ്മതിച്ചു. ലൈസൻസ് നേടി നസീറുദ്ദീൻ റിക്രൂട്ട്മെന്റ് ആരംഭിച്ചു. തുടർന്ന് 1980-കളിൽ മുംബൈയിലെ ദാദറിലെ ഈസ്റ്റ് വെസ്റ്റ് ട്രാവൽസ് ആൻഡ് ട്രേഡ് ലിങ്ക്സ് എന്ന പേരിൽ റിക്രൂട്ടിംഗ് ആൻഡ് ട്രാവൽ ഏജൻസി നസറുദ്ദീനും തഖിയുദ്ദീനും ചേർന്ന് ആരംഭിച്ചു. കമ്പനി പതിയെ വളർന്നു. 1986 എയർ ഇന്ത്യയുടെയും ഗൾഫ് എയറിന്റെയും ഏറ്റവും വലിയ ടിക്കറ്റ് ഏജൻസിയായി ഈസ്റ്റ് വെസ്റ്റ് കമ്പനി മാറി. അപ്പോഴാണ് സ്വന്തമായി ഒരു എയർലൈൻ കമ്പനി എന്ന ചിന്ത ഇരുവർക്കും ഉദിക്കുന്നത്. 1992 ഇന്ത്യ വ്യോമയാന മേഖലയിൽ ഓപ്പൺ എയർ പോളിസി പ്രഖ്യാപിച്ചതോടെ നിരവധി പേർ സ്വകാര്യ വിമാന കമ്പനി ആരംഭിക്കാൻ ഇറങ്ങി പുറപ്പെട്ടു. ടാറ്റയും ബിർളയും അടക്കം വിമാന കമ്പനി ആരംഭിക്കാൻ ലൈസൻസ് സ്വന്തമാക്കിയെങ്കിലും വാഹിദ് സഹോദരന്മാരായിരുന്നു ആദ്യത്തെ വിമാന കമ്പനി ആരംഭിച്ച് സർവീസ് നടത്തിയത്. 1992 ഫെബ്രുവരി 28-ന് ഈസ്റ്റ് വെസ്റ്റ് കമ്പനിയുടെ ആദ്യ വിമാനം കൊച്ചിയിൽ പറന്നിറങ്ങി. ആദ്യ വർഷം തന്നെ 8 കോടി രൂപ കമ്പനി ലാഭമുണ്ടാക്കി. 3 ബോയിംഗ് 737 വിമാനങ്ങളുമായി ആരംഭിച്ച കമ്പനി 6 മാസം കൊണ്ട് 12 സെക്ടറുകളായി സർവീസ് വ്യാപിച്ചു. ഇതേ സമയം തന്നെ നരേഷ് ഗോയലിന്റെ ജെറ്റ് എയർവേസും സർവീസ് ആരംഭിച്ചു. വ്യോമയാന മേഖലയിലെ പരസ്പര ശത്രുതയുടെ കഥ ആരംഭിക്കുന്നത് അവിടെ നിന്നാണ്. ആഭ്യന്തര റൂട്ടുകളിൽ ബിസിനസ് ക്ലാസുകൾ ആരംഭിക്കുക എന്ന ലക്ഷ്യത്തോടെ മലേഷ്യയിൽ നിന്ന് 3 737-400 ബോയിംഗ് വിമാനങ്ങൾ വാങ്ങാൻ തഖിയുദ്ദീൻ പദ്ധതിയിട്ടു. മലേഷ്യൻ കമ്പനിക്ക് അഡ്വാൻസ് നൽകുകയും ഈസ്റ്റ് വെസ്റ്റ് കമ്പനിയുടെ